30 വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ ആളുകൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് 88 ലക്ഷം രൂപയെ സമാഹരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കാത്തതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ രൂക്ഷമായ വിമർശനം. ഡിവൈഎഫ്ഐ വീടുകൾ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് പണി തുടങ്ങാൻ പോലും ആയില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ. ശരി, 100 വീട് കോൺഗ്രസ് പണിയാൻ പ്രഖ്യാപിച്ചല്ലോ. 100 വീടിന് വേണ്ടി നിങ്ങൾ എത്ര രൂപ സമാഹരിച്ചു പറയാൻ പറ്റുമോ കേരളത്തോട്? ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞല്ലോ 100 വീടിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി ഇത്ര രൂപ സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? അല്ല, ചോദ്യമാണ്. 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? അല്ല, ചോദ്യമാണ്. ഇല്ലെങ്കിൽ താങ്കൾക്ക് ഉത്തരവില്ലാന്ന് ഞാൻ വിചാരിക്കും. 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? ഭിക്ഷയായി കിട്ടുന്ന തുക യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് മണി ഓർഡറായി അയച്ചു നൽകുമെന്ന്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പിച്ചച്ചട്ടിയിലെങ്കിലും കൈയിട്ട് വാരരുത്. ഈ കിട്ടുന്ന പൈസ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഞങ്ങൾ ഇതിനോടൊപ്പം വെക്കുകയാണ്. കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? ഉത്തരവില്ലല്ലോ. ചർച്ച നടത്തിക്കോളൂ. അല്ല, ഉത്തരവില്ലല്ലോ. 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 100 വീട് എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രോമിസ് ആണോ? ആണ്. നിങ്ങൾ എത്ര രൂപ ഇതിനോടൊക്കെ സമാഹരിച്ചു? ഒരു ചോദ്യമാണ്. ചോദ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആ ചോദ്യത്തിന് തടിവെപ്പി.